തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം 3 പഞ്ചായത്തുകൾ LDFിൽ നിന്ന് UDF ഭരണം പിടിച്ചു. 31 വാർഡുകളിൽ UDF 17ഇടത്ത് വിജയിച്ചപ്പോൾ LDF 11ഇടത്തും BJP 3 വാർഡുകളിലും വിജയിച്ചു. ഇടുക്കി, കരിമണ്ണൂർ, പാലക്കാട്, തച്ചമ്പാറ, തൃശൂർ, നാട്ടിക എന്നീ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം വരിക. UDFിനും LDFിനും 5 വീതം സീറ്റുണ്ടായിരുന്ന നാട്ടികയിൽ 9ാം വാർഡ് പിടിച്ചതോടെ UDFിന് 6 അംഗങ്ങളായി, ഒപ്പം പഞ്ചായത്ത് ഭരണവും. ഇടുക്കി കരിമണ്ണൂരിലെ 9ാം വാർഡായ പന്നൂർ പിടിച്ചാണ് ഇടതുമുന്നണിയിൽ നിന്ന് UDF ഭരണം പിടിച്ചത്. 177 വോട്ടുകൾക്കാണ് UDFിന്റെ വിജയം. ഇതോടെ സ്വതന്ത്രന്റെ പിന്തുണയോടെ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ UDFിന് ഭരണത്തിന് വഴിതെളിഞ്ഞു. UDFിന് 7, LDFിന് 6, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില. ഉപതെരഞ്ഞെടുപ്പ് ഫലം LDF ഭരണത്തിന് നിർണായകമായ പാലക്കാട് തച്ചമ്പാറയിലെ 4ാം വാർഡിലും UDFിനാണ് വിജയം. അതേസമയം തോറ്റാൽ ഭരണം നഷ്ടമാവാൻ സാധ്യതയുണ്ടായിരുന്ന പാലക്കാട് ചാലിശ്ശേരി പഞ്ചായത്തിലെ മെയിൻ റോഡ് വാർഡ് UDF നിലനിർത്തി. പത്തനംതിട്ട, കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണത്തിലും മാറ്റമില്ല. ഇളകൊള്ളൂർ ഡിവിഷൻ UDF നിലനിർത്തി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കൊല്ലത്തെ 6 വാർഡുകളിൽ 4ഇടത്ത് LDFിനും 2ഇടത്ത് UDFിനുമാണ് വിജയം. പത്തനംതിട്ടയിൽ 5 വാർഡുകളിൽ 3 UDF ജയിച്ചപ്പോൾ 1 വാർഡിൽ LDFും BJPയും വിജയിച്ചു. മലപ്പുറത്ത് 4ഇടത്ത് 3ലും UDF വിജയിച്ചു. കണ്ണൂരിൽ 2ഇടത്തും ജയം LDFിനാണ്. LDFിൽ നിന്ന് UDF 9 വാർഡുകളും UDFിൽ നിന്ന് LDF 4 വാർഡുകളും പിടിച്ചെടുത്തു. BJPയുടെ കൈവശമുണ്ടായിരുന്ന കൊല്ലം, കുന്നത്തൂർ, തെറ്റിമുക്ക് വാർഡ് LDF പിടിച്ചപ്പോൾ പത്തനംതിട്ട, എഴുമറ്റൂർ, ഇരുമ്പുകുഴി വാർഡ് UDFിൽ നിന്നും BJP പിടിച്ചെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരത്തിന് തെളിവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, News 18.